പഞ്ചസാരയോ പാലോ ക്രീമോ മിൽക്ക് മെയ്ഡോ ഇല്ലാതെ ഇതുപോലെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്നാലേ നമുക്കിന്നത് തയ്യാറാക്കാം. ഇത് കുടിച്ചാൽ വയറ് നല്ല പോലെ ഫില്ലായ പോലെ തോന്നും. മാത്രമല്ല നമ്മുടെ ബോഡിക്ക് നല്ല കൂളും കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കുന്നതിന് ഇയാൾക്കാണ് കേട്ടോ മുഖ്യ പങ്കുള്ളത്. ഇതാണ് ഗോണ്ട് കത്തീര. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ വിശദമായി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടോളൂ. നമ്മളിത് ജ്യൂസിലൊക്കെയാണ് കലക്കി കുടിക്കുന്നതെങ്കിൽ ഒരാൾക്ക് ഒരു പീസ് തന്നെ മതിയാവും കേട്ടോ. ഞാനിത് 2 ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഓവർനൈറ്റ് കുതിർത്ത് വെക്കണം. അപ്പോൾ പിറ്റേന്നൊക്കെ ഇത് നല്ല പോലെ വീർത്ത് വരും. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി. ഇപ്പോൾ കണ്ടല്ലോ നല്ല ജെല്ലി പോലെ ഇത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ബാക്കിയെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഇത് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടുന്ന ചില ഈത്തപ്പഴമുണ്ട്, എന്നാൽ ചിലത് പെട്ടെന്നൊന്നും കുതിർന്ന് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുതിർത്തെടുത്താൽ മതി. അതുപോലെ തന്നെ ചിയാ സീഡ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിർത്തെടുക്കാം. ഇനി നമ്മൾ കുതിർത്തെടുത്ത ഈ ഒരു ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗോണ്ട് കത്തീര ഇട്ട് കൊടുക്കാം. അത് 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന പാലിനൊക്കെ അനുസരിച്ച് എടുക്കും. അതായത് നമ്മൾ പാലല്ല ഇതിലേക്ക് ഉപയോഗിക്കുന്നത്, തേങ്ങാപ്പാലാണ് കേട്ടോ. ഇനി നമ്മൾ കുതിർത്ത് വെച്ച ചിയാ സീഡിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ട്രോബെറി ഞാനിവിടെ ഒരു 3/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റോബസ്റ്റ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉറുമാമ്പഴം അതുപോലെ ആപ്പിളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഫ്രൂട്ട്സിൽ ഈ ഈത്തപ്പഴത്തിൻ്റെ മധുരമൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിക്ക് ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ് കഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് പാലല്ല ചേർക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾക്ക് 3 കപ്പോളം വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നിടത്ത് കുറച്ച് വ്യത്യാസം വരുമെന്ന് മാത്രം. അത് നിങ്ങളങ്ങ് നോക്കിയിട്ട് ചെയ്താൽ മതി. ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, നമ്മളിത് മിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് മധുരം കുറച്ച് കമ്മി എന്തെങ്കിലും തോന്നുവാണെങ്കിൽ തേൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ധാരാളമായി ഐസ് ക്യൂബും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു വേനൽക്കാലത്ത് ഇതുപോലെ കുടിച്ചാൽ വയറ് ഫില്ലായി വരുന്ന എന്നാലോ ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഇതുപോലത്തെ ഒരു ഡ്രിങ്ക് വേറെയുണ്ടോ? എന്നാലേ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അത്രയും അടിപൊളിയാണേ, ഞാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.